ആണ് ഇങ്ങനെ ചെയ്യുക എന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ മൊത്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പൊതുവേ ഇങ്ങനെ നമ്മൾ ഒരുപാട് പോസ്റ്ററുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഐഡിയാസ് നമുക്ക് കിട്ടും. എന്നാലും ഇത് ചോദിച്ച രീതിയിൽ കണക്കിന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊരു മൊബൈലിൽ ചെയ്ത വർക്കാണ്. അത് പറയാൻ കാരണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതിനേക്കാൾ പെർഫെക്ഷനായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ഇവിടെ നമുക്കുള്ളിലൊരു ലൈന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലേ, ഒരു ലൈന് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് മൊബൈലിലാവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് എന്നാണ് ആ സഹോദരൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട കളറിൽ ഒരു ഷേപ്പ് എടുത്തു. ആ ഷേപ്പ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി രണ്ടാമതൊരു ഷേപ്പ് എടുത്തു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഞാൻ എടുത്തു. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ പോയി ഷേപ്പ് സെക്ഷനിൽ നമ്മൾ പോയിട്ട് കളർ എന്നുള്ളത് മാറ്റി ഗ്രാഡിയൻ്റ് കളറാക്കാം. ഗ്രാഡിയൻ്റ് കളറിൽ ഫസ്റ്റത്തെ നമ്മൾ ആ നീല കളർ കൊടുക്കുക. ഓക്കെ, അതേപോലെ രണ്ടാമത്തതും ആ നീല കളർ തന്നെ കൊടുക്കുക. അത് കൊടുത്തിട്ടുണ്ട്. അതിൽ മുകൾ ഭാഗത്ത് കാണുന്ന കളറ്, അഥവാ ആ മുകൾ ഭാഗത്ത് കാണുന്ന കളർ നമ്മൾ ഒപ്പാസിറ്റി, ഈ ലാസ്റ്റ് കാണുന്നതാണല്ലോ ഒപ്പാസിറ്റി, ആ ഒപ്പാസിറ്റി ഏകദേശം കുറച്ച് അടിയിലോട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കിട്ടും. നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഡണ്ണായിട്ടുണ്ട്. ഇതിപ്പോൾ അടിയത്തെ കളർ ചേഞ്ച് ആയി പോയതാണ്. അടിയത്തെ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ആയി പോയതാണ്. ഇത് മേലത്തെ ഷേപ്പിൻ്റെയും അടിയത്തെ ഷേപ്പിൻ്റെയും കളർ സെയിം ആയിരിക്കണം. അതാണ് ഇപ്പോൾ നമുക്ക് ചെറിയ ചേഞ്ച് ഇതിൽ കാണിക്കുന്നത്. കളർ ചേഞ്ച് ചെയ്യാണ്. ഇത് കറക്റ്റ് കളർ കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കളറിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇവിടെ ഈ നീലയുടെ ഒരു കോഡ് ഉണ്ടാവും മുകളിൽ. ആ കോഡ് നേരെ കോപ്പി ചെയ്യാം. അങ്ങനെ സെയിം കളർ നമുക്ക് കിട്ടണില്ലെങ്കിൽ ആ കോഡ് കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനല്ലേ കളർ മാറ്റേണ്ടത്, ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പിൻ്റെ കളർ സെക്ഷനിൽ പോവുക. ഇവിടെ ആ കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സെയിം കളർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് അടിയിലോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. ഇതും അതേപോലെ വെക്കുകയാണ്. അതുപോലെ ഇതൊന്ന് വലിച്ച് നീട്ടി കൊടുക്കുകയാണ്, അത്രത്തോളം കളറ് മേലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സംശയം തന്നെ മുകളിൽ ലൈൻ ഉണ്ടല്ലോ എന്നുള്ളതാണ് സംശയം. ഓക്കെ, ആ ലൈന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിലെ ആ ഭാഗത്ത് ഫോട്ടോ മാറിപ്പോയി. ഈ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് രണ്ടാമത്തെ മുകൾ ഭാഗത്തിൽ രണ്ടാമത്തേത് മൊത്തം ഓണാക്കി വെക്കുക. വേണ്ട വലുപ്പത്തിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പം ബ്രഷ് എടുക്കുക. ഇതും ഓണാക്കി ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മുകൾ ഭാഗം നമ്മൾ മൊത്തമായി ഇങ്ങനെ മായ്ച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ആ ഒരു ലൈന് അങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ ഇത് റെഡി ആയി വന്നത് കാണാം. മറ്റേലുള്ള പോലെ ലൈന് പോലും അത്ര ഇല്ലെന്ന് തീരെ പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.